ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരുടെയും സ്വഭാവങ്ങൾ നന്നാക്കി തരട്ടെ. നാവിനെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. നാവിനെ നല്ലോണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നാവിനെ നല്ലോണം സൂക്ഷിക്കണം. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നമ്മുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നീ വല്ലതും പറയുകയാണെങ്കിൽ ഖൈറിനെ പറയണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. നിന്റെ വാക്കിൽ ഖൈറില്ലെങ്കിൽ നീ മിണ്ടാതിരുന്നോ. ഖൈറില്ലാത്ത വാക്കാണെങ്കിൽ നീ പറയാൻ നിൽക്കണ്ട. അതുപോലെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കഫാ ബിൽ മർഇ കദിബൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കണ്ടത് മുഴുവനും ഫോർവേഡ് ചെയ്യുക, കിട്ടിയ മെസ്സേജുകൾ മുഴുവനും ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ് കളവാവാൻ ഏറ്റവും അത് മതി കേട്ടോ. കളവാവാൻ അത് മതി. അതുകൊണ്ട് നമ്മുടെ നാവിനെ നല്ലോണം സൂക്ഷിക്കണം. ഗീബത്തുകൾ പറയരുത്, നമീമത്തുകൾ പറയരുത്, കളവുകൾ ഒരിക്കലും പറയരുത്. ഒരിക്കലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഒരു മുഅ്മിനായ മനുഷ്യൻ സിന ചെയ്തു പോവോ എന്ന് ചോദിച്ചപ്പോൾ ഹബീബ് പറഞ്ഞു, ഒരു പക്ഷേ സാഹചര്യത്തിന് അവൻ ചെയ്തു പോയേക്കാം. ഒരു മുഅ്മിനായ മനുഷ്യൻ കളവ് നടത്തുമോ എന്ന് ചോദിച്ചപ്പോൾ അതേ, സാഹചര്യത്തിന് അനുഭവപ്പെടുത്തി ഒരു പക്ഷെ അവൻ കളവ് നടത്തിയേക്കാം. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്, ഒരു മുഅ്മിനായ മനുഷ്യൻ കളവ് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഒരു മുഅ്മിൻ ഒരിക്കലും കളവ് പറയൂല എന്നാ ഹബീബ് പറഞ്ഞത്. നമ്മളിൽ നിന്ന് കളവെന്ന് പറയുന്ന സ്വഭാവം നമ്മൾ ഇപ്പൊ എറിയണം, എടുത്തെറിയണം, പിഴുതെറിയണം. നമ്മൾ വെച്ചേക്കരുത്. തീരുമാനങ്ങൾ ദൃഢമായിട്ട് ഈ റമദാനിന്റെ ദിവസങ്ങളിൽ നമ്മൾ എടുക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മക്കളെ, സംസ്കരിക്കണം. നമ്മുടെ സ്വഭാവങ്ങളും നമ്മുടെ വ്യത്യാസങ്ങളും നമ്മുടെ സംസ്കാരങ്ങളൊക്കെ നമ്മളൊന്ന് സംസ്കരിച്ചെടുത്ത് ഹബീബായ റസൂലുള്ളാഹിയിലേക്ക് അടുക്കാൻ. മുത്തറസൂൽ എന്താണ് ഇഷ്ടപ്പെടുന്നത് അത് എനിക്ക് ഇഷ്ടപ്പെടണം. മുത്തറസൂൽ എന്ത് വെറുക്കുന്നോ അത് മുഴുവനും എനിക്ക് വെറുക്കണം. ആ ഒരു പോളിസിയിലായിട്ട് നമുക്ക് നീങ്ങാൻ കഴിയണം. അത് മാത്രം നിങ്ങളുടെ നീയത്തായി നിങ്ങൾ എടുക്കണം. ഹബീബിന് ഇഷ്ടണ്ടോ അതെനിക്കിഷ്ടാ, ഹബീബിന് ഇഷ്ടല്ലേ അതെനിക്ക് ഇഷ്ടല്ല. ആ ഒരു നീയത്തിലേക്ക് നമ്മുടെ ഓരോരുത്തരുടെയും നീയത്ത് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സ്വർഗത്തിലേക്കല്ലാതെ പിന്നെ എവിടേക്ക് പോവാനാ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂക്ഷിക്കാൻ പറഞ്ഞത് സ്വഹാബിയോട് സൂക്ഷിക്കാൻ പറഞ്ഞു. സ്വർഗത്തിലേക്ക് പോവണമെങ്കിൽ ആഖിറം നന്നാവണമെങ്കിൽ നീ നാവിനെ സൂക്ഷിച്ചാ മതി. നിന്റെ നാവിനെ നീ സൂക്ഷിച്ചാ മതി. കണ്ടത് മുഴുവനും പറയരുത്, ഗീബത്തുകൾ പറയരുത്, നമീമത്തുകൾ പറയരുത്, പരിഹസിക്കാൻ പാടില്ല. ഒരാളെ ചെറിയ രൂപത്തിൽ പോലും പരിഹസിക്കാൻ പാടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ സൊഫിയ ബീവിയെ കുറിച്ച് ഒരു നീളം കുറഞ്ഞതാണെന്നുള്ള രൂപത്തിൽ ഒരു ചെറുവിരലിനക്കിയിട്ട് ഇങ്ങനെ കളിയാക്കിയപ്പോ ഹബീബായ മുത്തറസൂല് ആയിഷ ബീവിനോട് പറഞ്ഞതെന്താ? വളരെ മോശമായി പോയി, നീ ഇപ്പൊ ചെയ്ത ഈ പ്രവർത്തനം ഉണ്ടല്ലോ, അത് കടലിൽ മുക്കുകയാണെങ്കിൽ കടല് വരെ ദുഷിച്ചു പോകും. എത്രമാത്രം വെള്ളം ഉണ്ടാവും കടലില്. ഈ പ്രവർത്തനം കടലിൽ മുക്കുകയാണെങ്കിൽ കടല് വരെ ദുഷിച്ചു പോകും. അത്രമാത്രം വൃത്തികെട്ടതാണ് നീ ചെയ്തത്. ഒരാളെ പരിഹസിച്ചതാണ്, ചെറിയ ആളെ ചെറുവിരൽ കൊണ്ട് ഇങ്ങനെ കളിയാക്കി കൊടുത്തതാണ്. ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നമ്മളെ വാട്സപ്പുകളിൽ കമന്റ് ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്കർ കൊണ്ടോ ഇമോജി കൊണ്ടോ അതുകൊണ്ടൊന്നും നമ്മൾ ഒരാളെ പരിഹസിക്കാൻ പാടില്ല. ഗീബത്ത് പറയാൻ പാടില്ല, നമീമത്ത് പറയാൻ പാടില്ല, മറ്റൊരാളെ വേദനിപ്പിക്കാൻ പാടില്ല, നമ്മളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കാൻ പാടില്ല. അള്ളാഹു അങ്ങനത്തെ നാവ് നമുക്ക് നൽകുമാറാവട്ടെ. നമുക്ക് ദുആക്ക് ഇജാബത്തുള്ളവരായി മാറാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ദുആകളിൽ ചേർത്ത് പിടിക്കണം. ഈ ഉസ്താദുമാരെയും ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും നിങ്ങൾ ദുആകളിൽ ചേർത്ത് പിടിക്കണം. ഞങ്ങളെ ദീനീ സംരംഭങ്ങൾക്കൊക്കെ അള്ളാഹു പൂർണ്ണ വിജയം നൽകട്ടെ. അതിനുവേണ്ടി നിങ്ങളുടെ ദുആകൾ ഉണ്ടാവണം. ഞങ്ങളെ ദീനീ സംരംഭങ്ങളിൽ മുഴുവനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഖ്ലാസ് ഉണ്ടാവാൻ നിങ്ങളെല്ലാവരും ദുആ ചെയ്യണം. നിങ്ങളുടെ ദുആകളാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും കബൂലാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും.